ഇത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരമ്പാറ എന്ന് പറയുന്ന പ്രദേശം. ആഗസ്റ്റ് മാസം 6-ാം തീയതിയേക്ക് ഇവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ട് വർഷം 1 ആകാൻ വേണ്ടി പോകുന്നു. 8 പേർ മരിച്ചു. 24 വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ഇവിടെയുള്ള നൂറുകണക്കിന് ആളുകളുടെ സ്ഥലങ്ങൾ ഇല്ലാതായി. നിരവധി പേർ കഷ്ടത്തിലായി. അവരിപ്പോൾ താമസിക്കുന്ന ആനക്കാംപൊയിലുള്ള ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ക്യാമ്പിന്റെ അവസ്ഥ നമുക്കിപ്പോൾ നോക്കാം. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എന്ന പേരിലാണ് ഇത് തുടങ്ങിയത്. ഇത് ആനക്കാംപൊയിൽ ക്യാമ്പിലെ ഏലിക്കുട്ടി. ഇവരോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ വീടിന്റെ ഈ ക്യാമ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കഞ്ഞി വെക്കുന്നതിനോ കുടിക്കുന്നതിനോ ഒക്കെ ഭയങ്കര വിഷമമാണ്. മഴ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് അടുപ്പിൽ തീ കത്തിക്കാൻ പറ്റിയല്ല. പെരയുടെ ആകുവാണേലും നനഞ്ഞ് ചോരുന്നുണ്ട്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സമയത്ത് ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണല്ലോ ഇത് തന്നത്. ഞങ്ങളോട് പറഞ്ഞ 6 മാസമേ ഉള്ളൂ ഇവിടെ, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടുന്ന് മാറ്റും എന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ കൊണ്ടാക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആരുടെ ഭാഗത്തുനിന്നും. റൂമിലൊരു ബക്കറ്റ് വെച്ചിരിക്കുന്നത് ഈ റൂമിൽ ഇത് വെള്ളം വീഴുന്നത് കൊണ്ടാണ് ഞാനിത് ഇവിടെ വെച്ചിരിക്കുന്നത്. പെരയ്ക്കാകെ മുഴുവൻ നനഞ്ഞു പോകും. ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് കുടുംബങ്ങൾക്ക് താമസിക്കാൻ ആകെ ഈ മുറി മാത്രമേ ഇവിടെ ഉള്ളൂ? അത്രേ ഉള്ളൂ, ഈ ഒരു മുറിയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ ആകെ ഒരു മുറിയാണ്. അടുക്കള അല്ലെങ്കിൽ മറ്റൊരു മുറി എന്ന പേരിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇതാ ഈ മുറി മാത്രം. അതുപോലെ തന്നെ ആഹാരങ്ങൾ പാചകം ചെയ്യണമെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് സ്ഥിതി. തേലിക്കുട്ടി ചേച്ചിനെ പോലെ ഇവിടെയുള്ള 24ഓളം കുടുംബങ്ങൾ ഈ പറയുന്ന വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതും അതുപോലെ ജീവിക്കുന്നതും. ഈ അടുപ്പിലാണ് ഞാൻ കഞ്ഞി വെക്കുന്നത്. ഇതിൽ നനഞ്ഞു തോർന്ന് കിടക്കുന്ന കണ്ടില്ലേ? ഗ്യാസ് തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞാണ് ഇവിടെ കൊണ്ടാക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഗ്യാസ് തന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശ്വാസം കിട്ടിയിട്ടുമില്ല. വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ പകർച്ചപ്പനി ഉൾപ്പെടെ പകരാനുള്ള സാധ്യതയുള്ള ചേച്ചി ഉണ്ട്. പകർച്ചപ്പനി ഇവിടെ പനി വരികയും ചെയ്തു. ഇപ്പോഴും